ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ദോശയുടെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും എങ്ങനെയാണ് റവ ദോശ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ്. അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റവയാണ് വേണ്ടത്. 1 കപ്പ് റവ എടുക്കാം നമുക്ക്. അത് ഈ ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ജീരകം, ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരു നുള്ളു. ഇനി നമ്മളിവിടെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5-6 ചെറിയ ഉള്ളിയാണ്. സവാള ആണെങ്കിൽ ഒരു അരമുറി സവാള ഇട്ടാൽ മതി. ഇത്രയും ക്വാണ്ടിറ്റിക്ക് സവാള ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത് മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണോളം തൈരാണ്. 2 സ്പൂൺ തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കാൻ. ദോശമാവിൻ്റെ ഒക്കെ അരി ഉഴുന്നൊക്കെ അരച്ച് വെക്കുന്ന പോലെ കട്ടിയായിട്ട് ചെയ്യാൻ പാടില്ല. ബാറ്റർ നല്ല ലൂസായിരിക്കണം. ബട്ടർ മിൽക്കൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ എത്ര ലൂസ് ഉണ്ടോ അതുപോലെ തിന്നായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് 1/4 കപ്പോളം, 1/4 കപ്പ് തികച്ചില്ല, ഒരു 2 സ്പൂൺ നിറയെ കാണും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് റവയ്ക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 1-2 സ്പൂണ് ചേർക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കലക്കിയെടുക്കുക. ഇത് നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അരമണിക്കൂർ, 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അരി ഉഴുന്നൊക്കെ അരച്ച് വെക്കുന്ന പോലെ കൂടുതൽ നേരമൊന്നും മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റവ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. അത് മാക്സിമം അരമണിക്കൂറിനുള്ളിൽ റവ നമ്മുടെ ഇത് കുതിർന്ന് കിട്ടും. കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒരു തവി കൊണ്ട് കോരി ഒഴിച്ച് കാണിച്ചു തരാം. ബാറ്ററിന് ഉപ്പ് കുറവാണ്. നമുക്കൊരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവി കൊണ്ട് ഞാനിതിൻ്റെ കോരി കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതുപോലെ ലൂസായിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് കുറച്ച് കുറുകി വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ബാറ്ററിനെ ലൂസാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് ബാറ്റർ ഒരു അരമണിക്കൂർ ഇവിടെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. റവ കുതിരുമ്പം കുറച്ച് തിക്കാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മാവ് ലൂസാക്കി കൊടുക്കണം. കുറച്ചും കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് മാവ് എത്ര ലൂസായിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ അതുപോലെ ലൂസായിട്ട് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. തവ അടുപ്പത്ത് വെച്ച് തവ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. നല്ലതുപോലെ ഇളക്കി വേണം കോരി ഒഴിക്കാൻ, കാരണം ഈ മാവ് അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കും. ഇത്തിരി വെള്ളം തിളച്ച് നോക്കാം, തവ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ അരി അരച്ച് ദോശ ഇടുന്ന പോലെ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു നെറ്റ് പോലെ ഇരിക്കും ഷേപ്പിൽ. ഇപ്പോൾ ഇത് അടച്ചു വെക്കുകയൊന്നും വേണ്ട. ഒരു സൈഡ് മാത്രം വേവിച്ച് മുരിച്ചെടുത്താൽ മതി. മറിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സൈഡും ഒക്കെ ചേർത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുരിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ദോശ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഫസ്റ്റ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതേ രീതിയിൽ അടുത്ത ദോശയും കൂടെ ചുട്ടെടുക്കാം. തവ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. നമുക്ക് മാവ് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഗ്യാപ്പുള്ളിടത്തൊക്കെ കുറേശ്ശെ മാവ് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇത്രയും മതി. കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ ആയിട്ട് നെയ്യ് നല്ലോണം ഒഴിച്ചു കൊടുക്കാം. മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ രണ്ടാമത്തെ ദോശയും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് ബാക്കിയുള്ള ദോശകളും കൂടെ ഇതേ രീതിയിൽ ചുട്ടെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശകളെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാം പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയാണ്. തണുക്കും തോറും അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചൂടായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയുടെ കൂടെ കഴിക്കാം, പിന്നെ പൊട്ടറ്റോ സബ്ജിയുടെ കൂടെയും കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫിഷ് കറിയാണ് എനിക്കുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഫിഷ് കറിയുടെ കൂടെ സെർവ് ചെയ്യാം. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് കറി വെച്ച് ഫിഷ് കറി.
പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി അല്ലേ ഇത്. ഈ റവ ദോശയുടെ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കണം. വീണ്ടും നമുക്ക് സിമ്പിൾ റെസിപ്പീസുമായിട്ട് മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ.